ടൗണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട സിറ്റി 1.5 CVT ഇഞ്ചക്ഷൻ എന്നൊക്കെ ഓട്ടോമാറ്റിക് വാഹനമാണ്. നല്ല കലക്കം വണ്ടി, ഫ്രഷ് ആണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. പിന്നെ എൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. മൈലേജ് നിലവിൽ എത്ര കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് കാണിക്കുന്നത് 12 കിലോമീറ്റർ ടൗൺ മൈലേജ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ് അവിടെ ആലോചിക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഒരു ലോങ്ങൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ മൈലേജ് കിട്ടും എന്നാണ് എൻ്റെ വിചാരം. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് എക്കോണമി ബട്ടറും കൂടി ഉണ്ട്. അതുകൂടി ഓണാക്കി കഴിഞ്ഞാൽ തിരക്കില്ലാത്ത മൈലേജ് വീണ്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. 2016 എൻ്റെ മോഡൽ. 16 മോഡൽ 9 മാസം പുറത്തേക്കുന്ന വണ്ടി. 1500 cc വന്നേക്കണം. 4 സിലിണ്ടർ വന്നേക്കണം. രജിസ്ട്രേഷൻ വാലിഡിറ്റി വന്ന് 2031 10 മാസം വരെ നിൽക്കുന്നുണ്ട്. ലൈഫ് ടാക്സ് 2031 9 മാസം വരെ നിൽക്കുന്നുണ്ട്. ID വാല്യൂ 4.73 ലക്ഷം രൂപ ID വാല്യൂ നിലവിൽ വണ്ടിക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ വാഹനം ഫുൾ കണ്ടുവരാം. ഇന്റീരിയർ എക്സ്റ്റീരിയർ എഞ്ചിൻ ഭാഗം വിശദമായിട്ട് കാണിക്കേണ്ട. അതിന് ശേഷം നമുക്ക് റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഹോണ്ട സിറ്റിയാണ്. വളരെ പ്രൊഫഷണലായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ട സിറ്റി ആ ഒരു ക്ലാസ് നിങ്ങൾക്കറിയാമല്ലോ. എന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ നമുക്ക് എവിടെ പോയാലും ഒരു ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഹൈ സ്റ്റാറ്റസൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് ഹോണ്ട സിറ്റി എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹനം ഇപ്പോൾ ഏത് ഷോറൂമിലിട്ടാലും പെട്ടെന്ന് തന്നെ സെയിലായി പോകും. അത് തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് വളരെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ നീറ്റായിട്ടും വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുന്ന വാഹനമാണ്. അത് കൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിനോരോ ഭാഗങ്ങളിലേക്ക് പോകാം. അവിടെയൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇരിക്കുന്നത്. വീലാസ് ശ്രദ്ധിക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. പിന്നെ നല്ല ഗ്രിപ്പ് ടയേഴ്സൊക്കെ ഉണ്ട്. ഗ്രിപ്പ് കുറച്ച് കുറവാണ്. പിന്നെ നമുക്ക് ബോണറ്റ് നോക്കാം. ബോണറ്റ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബോണറ്റ്. ഒരു രീതിയിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ നമുക്കിനി വിൻഷീൽഡിലേക്ക് പോകാം. വിൻഷീൽഡും നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ തന്നെ നമുക്കിനി ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാമ്പൊക്കെ നോക്കാം. ലാമ്പ് നല്ല പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലാമ്പ് കാണാൻ പറ്റും. ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രില്ലൊക്കെ നീറ്റായിട്ട് ഗ്രില്ല് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ലാമ്പായാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്കൊരു വീലാർച്ചിലേക്ക് വരാം. ഈ വീലാർച്ച് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ടയേഴ്സ് നോക്കാം. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നമുക്ക് സൈഡിലേക്ക് വേണമെങ്കിൽ 2 ഡോർ നോക്കാം. 2 ഡോറും കൂടെ നീറ്റായിട്ടിരിക്കുന്ന 2 ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാം. അതേപോലെ വിൻഷീൽഡ് വരുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ റീഫോക്കേഴ്സ് വരുന്നുണ്ട്. ബാക്കിൽ ലിഡ് നോക്കാം. ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. IV ടെക്കിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇനി ഇവിടെ ലോവർ പോർഷനൊക്കെ നോക്കാം. ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റ് അടിക്കുന്ന ബമ്പേഴ്സും കൂടെ കാണാം. വീലാർസിലേക്ക് വരാം. നല്ല ക്വാളിറ്റി തന്നിരിക്കുന്ന വീലാർസ് കാണാൻ പറ്റും. നല്ല കുഴപ്പമില്ലാത്ത ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ വൃത്തിയെത്തിയിരിക്കുന്നു. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്ത് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഡോറിൽ തന്നെ ഒട്ടുമിക്ക കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കാണാം. അതുകൂടാതെ തന്നെ നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ 2 ഡോറായാലും 2 സീറ്റ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്ക് കൂടെ കാണാൻ പറ്റും. വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ താഴെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ നമുക്ക് കൺട്രോൾസ് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ആയാലും നല്ല നീറ്റായിരിക്കും ഡാഷ്ബോർഡ് നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. അതിൻ്റെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പയ്യെ നമുക്ക് ഒന്ന് എക്സിറ്റിങ് ആക്കുമ്പോൾ ഇതിൻ്റെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളും ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 70 ചില കിലോമീറ്റർ വാഹനം ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും വെച്ചപ്പെടാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ്സൊക്കെ വളരെ നീറ്റായിട്ട് ഇരിക്കുന്നു. കുഴപ്പമില്ലാത്ത ലെഗ് റൂം കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കണ്ടോ, ഡോർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂമും അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളും നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. വളരെ നീറ്റായിട്ടുണ്ടെങ്കിൽ എൻജിൻ റൂം നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, അതേപോലെ തന്നെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാം. അതേപോലെ സൈഡ് പോർഷൻ ആയാലും ഇവിടെ നമുക്ക് വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററി തന്നെയാണ്. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ നോക്കാം. ലിഡിലേക്കൊന്ന് വായിക്കാം. ലിഡ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് വായിക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം.
അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ലാവിഷ് സ്പേസാണ്, നീറ്റാണ്, ഡാമേജോ കാര്യങ്ങളോ ഒന്നും കൂടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയിരുന്നു നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ലിഡിലേക്ക് വരാം. ലിഡ് ആയിരുന്നു നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് കൂടെ കാണാം. ഓക്കെ, ഇനി നമുക്ക് ടയേഴ്സിലേക്ക് ഒന്ന് നോക്കാം. ടയേഴ്സിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ടയേഴ്സ് നല്ല ഗ്രിപ്പിൽ തന്നെ ആയിരിക്കും ടയേഴ്സ് നമുക്ക് കൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഹോണ്ട സിറ്റി കണ്ടു കഴിഞ്ഞു. 1.5 ഇഞ്ചിൽ വന്നേക്കാം CVT ഇഞ്ചക്ഷൻ വന്നെങ്കിൽ വാഹനം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് പോയേക്കാം. റേറ്റിലേക്ക് പോകാൻ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്, ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 6,95,000 ആണ്. നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വോയിസ് അയക്കാം, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ലോൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.